സെക്ഷൽ അബ്യൂസ് നടക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് ഉള്ള ഇഷ്ടം പോലെ പുരുഷന്മാരുണ്ട്. എന്നെ ഒന്നും പീഡിപ്പിക്കാൻ ആരുമില്ല. എനിക്കും ഉണ്ടായിരുന്നു കുറെ ടീച്ചേഴ്സ്. അവരൊന്നും എന്നെ ഒന്നും ചെയ്തില്ല. ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഇവരുടെയൊക്കെ ലൈംഗിക ദാരിദ്ര്യം കുട്ടികളുടെ കേസിലൊക്കെ പറയേണ്ട കാര്യമല്ല. കാരണം ആ കുട്ടിക്ക് അതൊരു പ്രഷറബിൾ എക്സ്പീരിയൻസ് ആവില്ല. ഇപ്പോൾ സൈക്യാട്രിസ്റ്റിനെ കാണുമ്പോൾ ഇന്നൊരു മെഡിസിൻ ഉണ്ട്. മെഡിസിൻ കെൻ ഓൺലി വർക്ക് ഓൺ ദ മൂഡ് സ്വിങ്സ് ആൻഡ് അതർ ആസ്പെക്ട്സ്. പല കോപ്പിംഗ് മെക്കാനിസംസും വീട്ടുകാരും ആ വ്യക്തിയും പഠിക്കണമെങ്കിൽ അവിടെ സൈക്കോതെറപ്പി തന്നെ നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റൂ. വിസ്മയുടെ പേരൻസിനെ ഇത് എന്തുകൊണ്ട് ഇവർ നേരത്തെ പറഞ്ഞില്ല? അത് ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അൺലെസ് ആൻഡ് അൺടിൽ യു ആർ നോട്ട് ഇൻ ദറ്റ് സിറ്റുവേഷൻ നമുക്ക് എന്താ അവിടെ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ കുറേ ഫുഡ് കഴിക്കും സങ്കടം വരുമ്പോൾ. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആൽക്കോൾ 2 പെഗ് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വിചാരിക്കുന്നത് അവർ കൈ ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ പെയിനിൽ അവർ ഇതാവുന്നവരുണ്ട്. നാർസിസിസ്റ്റുകളാണെങ്കിൽ അവർ കൂടുതൽ വാട്ട് ദേ വിൽ ഡു ഈസ് ദേ വിൽ ബ്ലെയിം ഇറ്റ് ഓൺ സമ്മൺ എൽസ്. വ്യക്തിത്വ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളാണ് നമ്മൾ നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ വിഷയം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ ഗായത്രി മേനോനാണ് ഇന്ന് നമ്മളോട് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കൂടെ ചേരുന്നത്. മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. മാം, ഇപ്പോൾ നാർസിസം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വ വൈകല്യമായിട്ട് മിക്കവാറും കേൾക്കാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന വിവഞ്ചികയുടെ മർഡർ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഇങ്ങനെ പലയിടത്തുനിന്നും സംസാരിക്കുമ്പോൾ ആളുകളൊക്കെ കൂടുതലും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ ഉള്ള രീതിയിൽ അതിനെ പോയിന്റ് ചെയ്ത് കാണാറുണ്ട്. പക്ഷെ മിക്കവാറും തന്നെ പല ആളുകൾക്കും എന്താണ് നാർസിസം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, എന്താണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അപ്പം എന്താണ് ബേസിക്കലി നാർസിസം അല്ലെങ്കിൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ? ചില ടേംസ് ഇപ്പോൾ നമ്മുടെ ADHD, ഓട്ടിസം എന്നൊക്കെ ഉള്ളത് ലൂസ്ലി നമ്മളിപ്പോൾ ഇന്റർനെറ്റിൽ പലരും ഉപയോഗിച്ച് കാണാറുണ്ട്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇപ്പോൾ ഒരു സാധാരണ ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക, എംപതി ഇല്ലാത്തവര്, മറ്റുള്ളവരുടെ കാര്യത്തിനെ കുറിച്ച് കൺസേൺ ഇല്ലാത്തവര്, സെൽഫ് ഇമേജ് കൂടുതലാണെന്ന് തോന്നിക്കുകയും എന്നാൽ സെൽഫ് ഇമേജ് വളരെ ലോ ആയിട്ട് സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, പിന്നെ ഒരുപാട് കോൺഫിഡന്റ് ആവുന്നതും പ്രൗഡ് ആവുന്നതും തമ്മിൽ ദ വേർഡ് നാർസിസിസ്റ്റിക്, അതായത് ഒരു ഇത്തിരി അഹങ്കാരം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ധാർഷ്ട്യം, അതൊക്കെ ഒരു വളരെ ഹയർ ലെവലിൽ കാണിക്കുന്നതും മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഐ ഡോണ്ട് കെയർ, എനിക്ക് എൻ്റെ കാര്യം മാത്രം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ നാർസിസിസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാം. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കൽ ടേമിൽ വരുമ്പോൾ, ഒരു ക്ലിനിക്കൽ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ഒന്നിനെ ഡിസോർഡർ ആയിട്ടും ഒന്നിനെ ഒരു പ്രശ്നമായിട്ടും നമ്മൾ കാണുന്നത് അത് കാരണം നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അഭിപ്രായം പറയേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ അതിനൊന്നില്ലെങ്കിൽ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആരെങ്കിലോടും ഞാൻ സംസാരിക്കണം. അപ്പോൾ ഈ വിഭജികയുടെ ഹസ്ബൻഡ് നാർസിസിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുകയാണെങ്കിൽ ദറ്റ് വിൽ ബി ടു അൺപ്രൊഫഷണൽ. കാരണം ഞാൻ അയാളോട് സംസാരിച്ചിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിട്ടില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇഫ് യു ആർ ആസ്കിങ് മീ ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രസ് ആൻഡ് ഇമ്പയർമെന്റ്, ഇത് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിലാണ് അവിടെ ഒരു ഇൻവോൾവ്മെന്റ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ ഭാഗത്തായിട്ട് വരേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിൽ ടോളറേറ്റ് ചെയ്ത് അബ്യൂസും ഇതൊക്കെ ടോളറേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് അവരുടെയും കൂടെ പേഴ്സണാലിറ്റി നമ്മൾ അസസ് ചെയ്താലേ, ദ വിക്ടിം ആൻഡ് ദി അബ്യൂസർ. പിന്നെ ചിലവർ എന്തുകൊണ്ടാണ് ഇതൊക്കെ സഹിക്കുന്നത്, സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റ് കാരണം. ജോലി ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടുകാർ തിരിച്ച്, ഇനിയിപ്പോൾ ജോലി ഉണ്ടായിട്ട് തന്നെ വീട്ടുകാർ തിരിച്ച് എന്നാൽ എന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും, അങ്ങനെ വിചാരിച്ച് സഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ഒരു കല്യാണം നടത്തുന്ന പോലെ ആരെങ്കിലും ഡിവോഴ്സ് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പല റിലീജിയസ് ആംഗിളിൽ നിന്നും പല പേഴ്സണൽ ആംഗിളിൽ നിന്നും സൊസൈറ്റൽ ആംഗിളിൽ നിന്നും ഡിവോഴ്സ് ചെയ്യുന്നവർ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ്. അപ്പൊ ആ ഒരു സ്റ്റിഗ്മ കാരണം പലരും എൻജോയ് ചെയ്ത് പോവുകയാണ്. മാം, അതിന്റെ കൂടെ ചോദിക്കട്ടെ, ഇപ്പം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഇത്തരം സിറ്റുവേഷൻസ് വരുന്നത് ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ചുകൂടെ ഒരു പക്ഷെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അതിന് കുറെ സമയം നമ്മുടെ കൂടെ ഉണ്ട്, കുറെ കൂടെ അവരെ നമുക്ക് ഓപ്പൺ ആയിട്ട് അറിയാം എന്നൊക്കെ ഉള്ളൊരു ഒരു പ്രൊഫഷണൽ സെറ്റപ്പില് എങ്ങനെയാണ് നമുക്ക് അതൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? പ്രൊഫഷണൽ സെറ്റിംഗ്സിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കോവർക്കർ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ജോലികൾ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരുന്നു. നമ്മളൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പള്ളി പോകാനുണ്ട്, അമ്പലത്തിൽ പോകാനുണ്ട്, എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് പുറത്തേക്ക് പോകാനുണ്ട്, എനിക്ക് പറ്റില്ല. ദാറ്റ് കുഡ് ബി എ റെഡ് ഫ്ലാഗ്. ബട്ട് ആൻഡ് ഇഫ് സംബഡി ഈസ് സേയിങ് ദാറ്റ് എന്താ പറയുക, നമ്മുടെ ചെയ്ത വർക്കിന് അവർ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നു,
ഓക്കെ. അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ വി കെ കൺസിഡർ ഇറ്റ് അറ്റ്ലീസ്റ്റ് ആൻ അൺഹെൽതി വർക്കിംഗ് എൻവയോൺമെന്റ്. നമുക്ക് നമ്മുടെ എന്താ പറയാ ഈ HR പോർട്രേ ചെയ്യുന്നില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അതൊക്കെ. ഇത് മാനേജർക്ക് നമ്മൾ ഫൈനലി നമ്മുടെ കാലൊടിഞ്ഞു എന്ന് പറഞ്ഞ് അതിന്റെ വീഡിയോ തെളിവും ഒക്കെ കാണിച്ചാൽ മാത്രമേ ലീവ് കിട്ടുള്ളൂ. അത്രയൊക്കെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഓഫ് കോഴ്സ് ഒരു ഫേം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഞാനൊരു ഫേം നടത്തുന്നുണ്ട്, പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാവരെയും ഹാപ്പിയാക്കി ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും മറ്റൊരാളെ കംപ്ലീറ്റ്ലി സഫർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അതൊരു നാർസിസിസ്റ്റിക് ലക്ഷണമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് പേഴ്സൺ ഫോർ ബീയിങ് വിത്ത് മീ. അല്ലാണ്ട് ഞാനെല്ലാം ചെയ്തു ഒരു കണ്ണിങ് ആയിട്ടുള്ള രീതിയിൽ ഒരാൾക്ക് ഭയങ്കരമായിട്ട്. പിന്നെ ഒരാൾ അയാളുടെ പ്രശ്നം ബോസിനോട് പറയുകയാണെങ്കിൽ യു ആർ സോ ഇമോഷണൽ. സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആൾക്കാര് അവര് ഭയങ്കരമായിട്ട് എന്താ പറയാ കുറെ കൂടെ നമ്മള് കുറെ കൂടെ പ്രധാനിയാണ്, നമ്മൾ കുറെ കൂടെ അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ലൗഡ് ആണെന്ന് കാണിക്കാനും അവർ കുറെ കൂടെ പ്രോമിനന്റ് ആണെന്ന് കാണിക്കാനും വേണ്ടി നടത്തുന്ന ചില കാര്യങ്ങളെ പറ്റിയും കൂടെ പറഞ്ഞു. ഈ സെൽഫ് എസ്റ്റീം കുറഞ്ഞു പോകുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു രൂപാന്തരത്തിലേക്ക് അതായത് എന്തുകൊണ്ടാണ് നാർസിസിസ്റ്റുകൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആവാം, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ഡീൽ ചെയ്ത് അവർ കാര്യം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ട്രോമാറ്റിക് ചൈൽഡ്ഹുഡ്, ട്രോമാറ്റിക് എക്സ്പീരിയൻസസ്, ദ വേ ഓഫ് കോപ്പിംഗ് മെക്കാനിസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കോഗ്നേറ്റീവ് പെർസെപ്ഷൻ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ എടുക്കുന്നതിന് വരെ മറ്റൊരാളെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ. ഓക്കെ, ഞാൻ ചീറ്റ് ചെയ്തു, ഞാൻ എന്തുകൊണ്ട് ചീറ്റ് ചെയ്തു, നീ ഒരു നല്ല സ്പൗസ് ആയിരുന്നില്ല. അതായത് മനസ്സിലായോ? അതായത് ഐ ഡിഡ് ദിസ് ബിക്കോസ് യു ആർ നോട്ട്, എനിക്ക് ബെഡിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല, പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല, ഒന്നിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചീറ്റ് ചെയ്യേണ്ട വന്നു. അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷനും കൂടെ ഉണ്ട്. തീർച്ചയായും മാനിപ്പുലേഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് എവിഡന്റ് ട്രേറ്റ്സ്. അത് നമ്മുടെ ക്രൈറ്റീരിയയിൽ അടക്കം പറയുന്നുണ്ട്. ആ ഒരു മാനിപ്പുലേറ്റീവ് ടെൻഡൻസീസ് അത് നമുക്ക് സാഹചര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എക്സ്പീരിയൻസ്, വർക്കിലാണോ പേഴ്സണൽ ലൈഫിലാണോ, അങ്ങനെ പല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ചുമ്മാ ഒരാൾക്ക് നമുക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടാൻ പറ്റില്ല. എൻഡ്യൂറിംഗ് ആയിട്ട് കുറേ വർഷം ആ ട്രേറ്റ്സ് അയാളിലുണ്ടോ, നിങ്ങൾക്ക് നാർസിസിസ്റ്റിക് ട്രേറ്റ് ഉണ്ടോ എന്നല്ല, അങ്ങനെയല്ല അതിന്റെ കൺക്ലൂഷൻ എത്തുന്നത്. അയാളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിട്ട് അയാൾക്ക് ചുറ്റുമുള്ള എക്സ്പീരിയൻസ് അനലൈസ് ചെയ്ത് അയാളുടെ ചൈൽഡ്ഹുഡ് ഇവാലുവേറ്റ് ചെയ്ത് അതിനാണ് നമ്മൾ എപ്പോഴും സൈക്കാട്രിയിൽ കൊളാട്രൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ വിഭജികയുടെ കേസിൽ ഇത് സൂയിസൈഡ് ഒന്നും അല്ല, ഇത് മർഡർ ആണ്, അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പറയുന്ന പോലെയല്ല ആ സിറ്റുവേഷൻ എൻഡ്യൂർ ചെയ്യുന്നത്. പിന്നെ മാനസികമായിട്ടുള്ള രോഗങ്ങൾ വെറും ഇമാജിനേഷൻ ആണ്, മെന്റൽ ഹെൽത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പം ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് ഒരു പക്ഷെ ഒരു എന്താ പറയുക പ്രൊഫഷണൽ തന്നെ സർട്ടിഫൈ ചെയ്ത ഒരു കേസ് പോലും അത് വെറും ആങ്കർ ഇഷ്യൂ ആണ്, അത് വെറും മൂഡ് സ്വിങ്സ് ആണ് എന്നുള്ള രീതിയിൽ വളരെ ലൈറ്റ് ആയിട്ട് കാണുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഈ ആങ്കർ ഇഷ്യൂസും മൂഡ് സ്വിങ്സും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയും മൂന്നായിട്ട് നിൽക്കുന്ന സാധനം. അതെ അതെ, ഇതെങ്ങനെയാണ് പിന്നെ ആളുകൾ ഇതിനെ ഇങ്ങനെ ഒരു തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക്? ലാക്ക് ഓഫ് മെന്റൽ ഹെൽത്ത് അവയർനെസ്. അതായത് ആൾക്കാർക്ക് പനിയെ കുറിച്ച് അറിയാം, ചുമയെ കുറിച്ച് അറിയാം, വേറെ പല അസുഖങ്ങളെ കുറിച്ച് അറിയാം, പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കുന്നതാ എന്നുള്ള രീതിയിൽ. അതായത് ഒരാൾക്ക് ആങ്കർ ഇഷ്യൂസ് വരാം, എനിക്ക് ആങ്കർ ഇഷ്യൂ വരാം. ഇപ്പം എൻ്റെ പേഴ്സണൽ ടൈമിൽ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് എൻ്റെ മൂഡ്, എൻ്റെ വിശപ്പ്, എൻ്റെ ഉറക്കം, ഇത് മറ്റൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കണ്ടീഷൻ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മുടെ ഇൻട്രാക്ഷൻസ് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ PMS സ്റ്റേജിൽ ഒരാൾക്ക് ആങ്സൈറ്റി വന്നിട്ട് അയാൾക്ക് ദേഷ്യം വരാം. ഒരാൾക്ക് എന്താ പറയുക, ഇങ്ങനെ ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ ആൽക്കഹോളിക് കൺസപ്ഷൻ കൂടാം. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, കേസ് ടു കേസ്, സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ. ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് അയാളുടെ പാർട്ട്ണറോട് എനിക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു ഇൻസൈറ്റ് ഹൈലി അൺലൈക്ലി. ഇൻസൈറ്റ് ലെവൽ ആസ് യു റൈറ്റ്ലി ആസ്ക്ഡ് ഇറ്റ് വിൽ ബി വളരെ കുറവായിരിക്കും ഇൻസൈറ്റ്. പക്ഷെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ മോഡറേഷൻ വെച്ചിട്ട് അവരങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റുന്നുണ്ട് ത്രൂ വേരിയസ് സൈക്കോതെറപ്പി സെഷൻസ്, ഇറ്റ്സ് ഓക്കെ. ബട്ട് മെനി പീപ്പിൾ ആസ്ക് മീ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് നാർസിസിസം ട്രീറ്റബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് എന്നുള്ള ഉത്തരം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിംറ്റവും വ്യത്യാസമുണ്ട്. ഓരോ ആൾക്കാർക്ക് വരുന്ന വാദം, പലതരത്തിലുള്ള വാദങ്ങളുണ്ട്, പലതരത്തിലുള്ള വേദനയുടെ സെൻസേഷൻ തന്നെ പലർക്കും പല രീതിയിൽ. അതുപോലെ നാർസിസിസ്റ്റിക് ട്രേറ്റ്സും ഡിപ്പെൻസ് അപ്പോൺ പീപ്പിൾ ടു പീപ്പിൾ. അപ്പൊ എല്ലാവരും നാർസിസിസ്റ്റുകളല്ല. ഇപ്പൊ നമ്മുടെ ഈ ടോക്ക് കാണുന്ന ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ ഈ ട്രേറ്റ്സ് ഒക്കെ എനിക്ക് ഉണ്ടോ, ട്രേറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം മേ ബി ഒരു 18 വയസ്സുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ അയാൾക്ക്
കറക്റ്റ് ആയിട്ടൊരു മെഡിക്കൽ ഇന്റർവെൻഷൻ നടത്താൻ പറ്റിയാൽ അത് ഡിസോർഡർ ആകാതെ the most early any sort of early interventions അതിപ്പോ എന്ത് രോഗാവസ്ഥയിലാണെങ്കിലും ഇപ്പൊ 18 വയസ്സിൽ വരുന്ന ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇൻഡിക്കേഷൻസ് ഉള്ള ഒരു വ്യക്തി 33 വയസ്സിൽ അതൊരു ഭയങ്കര നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ ആയി പല ക്ലിനിഷ്യൻസിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ ഷോപ്പിംഗ് 2 സൈക്കാട്രിക് കേസുകളിലാണ് ഡോക്ടർ ഷോപ്പിംഗ് ഉണ്ടാവും. ഒന്ന് ഈ സൊമാറ്റൈസേഷൻ ഡിസോർഡർ, എനിക്ക് രോഗമുണ്ടോ പനിയുണ്ടോ ചുമയുണ്ടോ എന്ന് വിചാരിക്കുന്ന ആ കണ്ടീഷനിലും നാർസിസിസ്റ്റുകളും ഈ പേഷ്യൻസിനെ, അതായത് നമ്മൾ ഡോക്ടേഴ്സിനെ മാറി മാറി കാണുന്നത് തൃപ്തിയാവില്ല. ഒരു ഫാമിലിയിൽ ഒരു കുട്ടിക്ക് പറയാം അവർക്ക് അക്നോളജ് ചെയ്യാവുന്ന മടി കൊണ്ടാണോ? അല്ല, അവർക്ക് അവരുടെ ട്രീറ്റും അവരുടെ ഡിസോർഡറിന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ തൃപ്തിയാവാത്തവരുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് കുട്ടിപ്രായത്തിലേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇഫ് ദ പേരൻസ് ആർ വെൽ റെഡ് ആൻഡ് ഇത് ഞാൻ പറഞ്ഞില്ലേ ലാക്ക് ഓഫ് മെന്റൽ ഹെൽത്ത് അവയർനെസ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു എന്താ പറയുക ടീനേജ് പ്രായത്തിലുള്ള ഒരു ഇമോഷണൽ ഒരു എന്താ പറയുക കോൺഫ്ലിക്ട്സും ഒരു ഇമോഷണൽ ഡിസ്റെഗുലേഷനും രണ്ടും രണ്ട് കാര്യമാണ്. അതായത് ഒട്ടും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എല്ലാം തല്ലിപ്പൊട്ടിക്കുക, പേരൻസുമായിട്ട് ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സൂസൈഡൽ ഐഡിയേഷൻസ് വരിക, സൂസൈഡൽ ടെൻഡൻസീസ് കൂടുക, ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രസ് ആൻഡ് ഇമ്പയർമെന്റ്. അതുകൊണ്ടാണ് നമ്മൾ അത് എപ്പോഴും പറയുന്നത് അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് നമ്മുടെ ജോലി. അപ്പോൾ ആ ഒരു അമിതമായ രീതിയിൽ അവരെയും മറ്റുള്ളവരെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് ഉണ്ടാവണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്യാച്ചി പോയിന്റ്. അങ്ങനെ ആകുമ്പോൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്, അത്രയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് ആണെങ്കിലും ബോർഡർ ലൈൻ ആണ്, ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ബി ട്രേറ്റ്സ്, അതൊരു ഫാമിലിയിൽ ഉണ്ടാവുമ്പോൾ ആ വ്യക്തിക്ക് മാത്രം ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കാര്യമില്ല, മറ്റുള്ളവരെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോൾ ഇന്നൊരു മെഡിസിൻ ഉണ്ടോ, മെഡിസിൻ കൻ ഓൺലി വർക്ക് ഓൺ ദ മൂഡ് സ്വിങ്സ് ആൻഡ് അതർ ആസ്പെക്ട്സ്. പല കോപ്പിംഗ് മെക്കാനിസംസും വീട്ടുകാരും ആ വ്യക്തിയും പഠിക്കണമെങ്കിൽ അവിടെ സൈക്കോതെറപ്പി തന്നെ നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റും. ഓക്കെ. അതായത് ഇതിന്റെ അപകട ഘടകങ്ങൾ എന്ന് പറയപ്പെടുന്ന ആ ഒരു ആസ്പെക്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോ തെറാപ്പി എടുക്കേണ്ടത്. അതെ. ഈ അപകട ഘടകങ്ങൾ എന്താണെന്നും കൂടെ ഒന്ന് പറയാമോ? ഇപ്പോ സെൽഫ് ഹാമിങ് ടെൻഡൻസീസ് ഉള്ള ഒരാള് അയാള് തല കൊണ്ടുപോയി ഇടിക്കുന്നു, അല്ലെങ്കിൽ അയാൾ കൈ മുറിച്ച് മൾട്ടിപ്പിൾ പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയ നാർസിസ്റ്റുകൾക്ക് ബോർഡർ ലൈൻ ട്രേറ്റ്സ് ഉള്ള ആൾക്കാർ, നാർസിസിസ്റ്റുകൾക്കും ഉണ്ട്. അതാണ് ക്ലസ്റ്റർ ബി. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒറ്റയ്ക്കല്ല, ഇറ്റ് കുഡ് ബി എ സിംഗിൾ കോമ്പിനേഷൻ, ഇറ്റ് കുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് DNC. അതിന് പേഴ്സണാലിറ്റി അസസ്മെന്റ് ഷീറ്റ്സ് ഉണ്ട്. ഇപ്പൊ MCMI എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി അസസ്മെന്റ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അനലൈസ് ചെയ്ത് അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് സാഹചര്യങ്ങളും അവരുടെ വ്യക്തിഗതമായ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് ത്രെഡ്സ് എന്താണെന്നും തെറാപ്പി ചികിത്സയുടെ രീതി എന്താണെന്നും ഒക്കെ അത് മനസ്സിലാവും. ഇപ്പോൾ ചിലർക്ക് ഇന്ന രീതിയിലുള്ള ഒരു തെറപ്യൂട്ടിക് മെക്കാനിസം വർക്ക് ചെയ്യും, ചിലർക്ക് വേറെ തെറപ്യൂട്ടിക് മെക്കാനിസം വർക്ക് ചെയ്യും. അതിൽ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അസസ്മെന്റ് ചെയ്യേണ്ടതാണ്. കാരണം എങ്ങനെയാണ് എയും ബിയും സിയും ഇന്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് വ്യക്തി എയും വ്യക്തി ബിയും ഇന്ററാക്ട് ചെയ്യണത്, ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആങ്സൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ പൊതുവിൽ കണ്ടുവരുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഉണ്ടാകും. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനും വരുന്നതിൽ കാരണം അതിലും കൂടുതൽ അവരുടെ കൂടെയുള്ള വിക്ടിമിനെ ആയിരിക്കും. നമുക്ക് പലപ്പോഴും വിക്ടിമാണ് തെറപ്പി എടുത്തു വരുന്നത്. നോബഡി ഹാവ് എവർ എന്റെ പ്രാക്ടീസിൽ വളരെ കുറവായിട്ടുള്ള ആൾക്കാരെ എനിക്ക് നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാമോ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ പ്രോബബ്ലി ദേ വുഡ് ഫോളോ ഇൻ ദി ആങ്സൈറ്റി സ്പെക്ട്രം. ബിക്കോസ് ആങ്സൈറ്റി ഉള്ളവർക്ക് ഞാനെങ്ങനെ ഒരു നാർസിസിസ്റ്റ് ആണോ എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ആൻഡ് വിക്ടിംസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, എന്ത് ചെയ്താലും തൃപ്തിയില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇനി എന്റെ പ്രശ്നമാണോ, ഡോക്ടർ ഒന്ന് സഹായിക്കണം. എൻ്റെ പാർട്ട്ണർ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളാണ്. ഇത്രയും വർഷമായിട്ടും എൻ്റെ കൂടെ ജീവിച്ചിട്ട് മൾട്ടിപ്പിൾ സെക്ഷൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അവരൊരു കാരണവശാലും എന്നെ സ്നേഹിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ അവരെ കോടതിയിൽ പരാതി കൊടുത്തിരിക്കുന്നു, എന്നെ വേണ്ട, പക്ഷെ അവർക്ക് എൻ്റെ പൈസ വേണം. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ പറയുന്ന ആൾക്കാരുണ്ട്, ഹൗ കൻ ഷീ ആസ്ക് മീ ആലിമണി, ഐ ഡിഡ് എവറിത്തിങ്, ഈവൻ ഇഫ് ഐ ചീറ്റഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദറ്റ് ഷീ വാസ് എ ബാഡ് വൈഫ്, ഷീ വാസ് എ ബാഡ് ഹസ്ബൻഡ്, ഹി വാസ് എ ബാഡ് ഹസ്ബൻഡ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സോ അഗെയിൻ നമ്മൾ അവിടെ ക്ലയന്റിന് എന്താ ചെയ്തു കൊടുക്കണം, നമ്മുടെ ആ ഒരു തെറപ്യൂട്ടിക് സർക്കിളിന് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത് നേരത്തെ ഈ പറഞ്ഞ പോലെ ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രസ് റിപ്പീറ്റിംഗ് അഗൈൻ ആൻഡ് അഗൈൻ, ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ അത് കാണിക്കേണ്ടത്. ഓക്കെ. സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ള രണ്ട് വിഭാഗത്തെ എടുത്തു നോക്കിയാൽ ഇന്ന വിഭാഗത്തിന് കൂടുതൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നമുക്ക് മിക്കവാറും പുരുഷന്മാരുടെ കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യം നമ്മൾ ഈക്വലായിട്ട് കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് വേരീസ് ഫ്രം
സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സോ ജെൻഡർ ബയസ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കമന്റ് പോലെയാവും. ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് ഉള്ള ഇഷ്ടം പോലെ പുരുഷന്മാരുണ്ട്. റേപ്പ് വിക്ടിംസിൽ പുരുഷന്മാർ വന്നാൽ എന്താ, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ? റേപ്പ് വിക്ടിംസ്, റേപ്പ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള ആണുങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതായത് ചൈൽഡ്ഹുഡിൽ അബ്യൂസ് ചെയ്ത്, സ്ത്രീകൾ അബ്യൂസ് ചെയ്ത കുട്ടികളുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഡിസ്കസ്റ്റിംഗ് പാർട്ട് ഇതിൽ റീസെന്റ് ഒരു സ്ത്രീക്കെതിരെ പോക്സോ കേസ്, ഏതൊരു ടീച്ചർ കുട്ടികളെ പല സ്ഥലത്ത് കൊണ്ടുപോയി അബ്യൂസ് ചെയ്തു എന്നൊരു കേസിൽ എൻ്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സ്, എന്നെ ഒന്നും പീഡിപ്പിക്കാൻ ആരുമില്ല, എനിക്കും ഉണ്ടായിരുന്നു കുറെ ടീച്ചേഴ്സ്, അവരൊന്നും എന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന കമന്റ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഈ എന്താ പറയാ, ഇവരുടെയൊക്കെ ലൈംഗിക ദാരിദ്ര്യം കുട്ടികളുടെ കേസിലൊക്കെ പറയേണ്ട കാര്യമല്ല. കാരണം ആ കുട്ടിക്ക് അതൊരു പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആവില്ല. റേപ്പ് എന്ന് പറയുന്നതും എന്ത് കാര്യങ്ങളും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് സെയിം. അതിൽ താഴെ വന്നിട്ട് ഇതുപോലെ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ എന്റെ അഭിപ്രായത്തിൽ പോക്സോ കേസിൽ ആ നടപടിയിൽ ശിക്ഷിക്കണം. ശിക്ഷിക്കണം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ പീഡോഫീലിക്കാണ് ആ കമന്റ് ഇടുന്നത്, എന്നെ ആരും റേപ്പ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. അതെ, എക്സാക്ട്ലി. ഈ നമ്മുടെ നാട്ടിലെ ഒരു മെന്റൽ ഹെൽത്ത് അവയർനെസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണെന്ന് പറയും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇപ്പോഴും ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇല്ല, തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരാളെ കൺസൾട്ടേഷൻ ചോദിച്ചത് അവന് ഭ്രാന്ത എന്ന ആ ഭ്രാന്ത് എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസ് ഇല്ല. പിന്നെ ഒരാള് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടു, ശരിയായില്ല, ഇപ്പം അതുകൊണ്ട് ഞാൻ ഇനി ആരെയും കാണുന്നില്ല. യു കെ നോട്ട് സേ ദാറ്റ്. കാരണം നമ്മൾ ഒരു പല അസുഖത്തിനും പല ഡോക്ടേഴ്സിന്റെ അടുത്ത് മറ്റുള്ള ഏരിയയിൽ പോകുമ്പോൾ ഇതിൽ മാത്രം എന്തിനാ നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് വർക്ക് ചെയ്തില്ല, നമ്മൾ വേറെ കൺസൾട്ടേഷൻ എടുക്കുക. അല്ലാണ്ട് തെറപ്പിയാണ് അവിടെ ഇമ്പോർട്ടന്റ്, തെറപ്പിസ്റ്റ് അല്ല. ഐഡിയലി സ്പീക്കിംഗ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, തെറപ്പി ആണെങ്കിലും എന്താണെങ്കിലും സ്റ്റഡീസ് പ്രൂവ് ചെയ്ത ക്ലിനിക്കൽ ട്രയൽസ് ഉള്ള മെക്കാനിസത്തിലേക്ക് പോവുക. ഈ സൈക്കോതെറാപ്പിയിൽ ടോപ്പ് തെറാപ്പി എന്ന് പറയുന്നതാണോ പൊതുവിൽ ഇതിൽ ഉപയോഗിക്കുന്നത്? See, that's a very romanticized word for psychotherapy. Actually, psychotherapy എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച്. ഇപ്പോൾ നമ്മൾ പാരസെറ്റമോൾ ഒരു എവിഡൻസ് ബേസ്ഡ് ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞിട്ട് വന്ന ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയർ ആണെങ്കിലും നമുക്കത് ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എവിഡൻസ് ബേസ്ഡ് സ്റ്റഡീസ് ഇല്ല എന്ന് പറയാൻ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. ക്ലിനിക്കൽ സ്റ്റഡീസ്, അതായത് ഒരുപാട് റിസർച്ചസ്, ഡയലറ്റിക്കൽ ബിഹേവിയർ തെറപ്പിയുടെ എഫിഷ്യൻസി ഇൻ ബോർഡർ ലൈൻ പേഷ്യൻസ്, ഇതൊക്കെ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ തെറപ്യൂട്ടിക് അപ്രോച്ച് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടോക്കിംഗ് ആൻഡ് ഗിവിംഗ് സൊല്യൂഷൻസ് ആൻഡ് ഗിവിംഗ് സജഷൻസ്. ഇറ്റ്സ് എ പ്രൊസീജിയർ, നമുക്കൊരു പ്രോട്ടോകോൾ ഉണ്ട്, അത് ടൈലർ മെയ്ഡ് ആക്കണം എന്നാണ് പറയാൻ. ഇന്നത്തേക്ക് നമുക്ക് ഈ സംഭവത്തിൽ ചുരുക്കാൻ തോന്നുന്നു. അപ്പം അടുത്ത ഒരു ടോപ്പിക്കിൽ വീണ്ടും അധികം വൈകാതെ കാണാമെന്ന് വരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.